അന്ന വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ലൈബ്രറിയിൽ കയറി. പിന്നെ ഒരിക്കലും കണ്ടില്ല. പ്രേതബാധയുള്ള ലൈബ്രറിയിൽ എന്താണ് സംഭവിച്ചത്? മങ്ങിയ വെളിച്ചമുള്ള ഒരു കമ്മ്യൂണിറ്റി ലൈബ്രറിയിൽ അന്ന ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു പുസ്തകം വായിക്കുകയാണ്. ക്ലോക്ക് വൈകിട്ട് 6 മണി കാണിക്കുന്നു. പുറത്ത് ഇരുട്ട് വീണു തുടങ്ങി. ഒരു മൃദുലമായ മന്ത്രത്തിൽ കേട്ട് അവൾ ചുറ്റും നോക്കി. വീണ്ടും നിശബ്ദയായി. പെട്ടെന്ന് ഒരു പുസ്തകം ഷെൽഫിൽ നിന്ന് താഴെ വീഴുന്നു. പക്ഷേ ചുറ്റും ആരുമില്ല. അന്ന വീണുകിടക്കുന്ന പുസ്തകത്തിന്റെ അടുത്തേക്ക് നടന്ന് അത് എടുക്കുന്നു. ഒരു പ്രേത കൈ പുറത്തേക്ക് വരുന്നത് അവൾ കാണുന്നു. പക്ഷേ അത് അപ്രത്യക്ഷമാകുന്നു. ഭയന്നുപോയ പെൺകുട്ടി തന്റെ പുസ്തകം ഷെൽഫിലേക്ക് തിരികെ വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു വിചിത്രമായ ശബ്ദം അവളെ ലൈബ്രറിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവിടെ അവൾ ഒരു പ്രേതം വായിക്കുന്നത് കാണുന്നു. അത് മുകളിലേക്ക് നോക്കി വായിക്കാൻ ഒരു പുസ്തകം അവൾക്ക് നൽകുന്നു. അവൾ ഭയത്തോടെ അത് തുറക്കുമ്പോൾ അവസാനമായി കണ്ടത് 1997-ൽ ലൈബ്രറിയിൽ കുടുങ്ങി എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന അതേ പ്രേതത്തിന്റെ ഒരു പഴയ ഫോട്ടോ അവൾ കണ്ടെത്തുന്നു. ലൈറ്റുകൾ മിന്നിത്തുടങ്ങി. മിന്നുന്ന വിളക്കുകൾ ഒടുവിൽ നിൽക്കുമ്പോൾ പെൺകുട്ടി അപ്രത്യക്ഷമാകുന്നു. തറയിൽ തുറന്നുകിടക്കുന്ന ഒരു പുസ്തകം മാത്രമേയുള്ളൂ. അതിൽ അന്നയുടെ ഒരു പുതിയ വേട്ടയാടുന്ന ഫോട്ടോ കാണാം. അവസാനമായി കണ്ടത് 2025-ൽ ലൈബ്രറിയിൽ കുടുങ്ങി. കൂടുതൽ ത്രില്ലിംഗ് ഹൊറർ പ്രേത കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക.